നമുക്കെല്ലാവർക്കും അറിയാം കോടിയേരി ബാലകൃഷ്ണനെ. ഇപ്പോൾ CPM-ൽ ഉയർന്നു വരുന്ന ഒരു പ്രശ്നമാണ് ബിനീഷ് കോടിയേരിയെ CPM-ൽ അംഗത്വം കൊടുക്കുന്നില്ല എന്നുള്ളത്. 4 തവണയാണ് അംഗത്വം വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ ഇത്രയും മുതിർന്നൊരു നേതാവായ ഒരു കോടിയേരി ബാലകൃഷ്ണനെ പോലൊരു നേതാവിൻ്റെ മകന് പോലും CPM-ൽ അംഗത്വം കൊടുക്കാതിരിക്കാനും മാത്രം എന്താണ്? അല്ല, അംഗത്വം കൊടുക്കാതിരിക്കുകയല്ല, അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അംഗത്വം പുതുക്കി നൽകിയില്ല എന്നുള്ളതാണ്. കാരണം ബിനീഷ് കോടിയേരിയെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ എല്ലാ മാധ്യമപ്രവർത്തകർ വളരെ മുമ്പ് മുതലേ അറിയുന്ന ഒരാളാണ്. കാരണം SFI കാലം മുതൽ സജീവമായി തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും അതിൻ്റെ ഇത് വെച്ച് തന്നെ AKG സെൻട്രൽ ബ്രാഞ്ചിൽ പഠനകാലത്ത് തന്നെ CPIM-ന്റെ മെമ്പർഷിപ്പ് നേടിയ ഒരാളാണ് ബിനീഷ് കോടിയേരി. അതിനുശേഷം ബിനീഷ് കോടിയേരി ഒരു 2021 ഒരു ലഹരി കേസിൽ, ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്ത ഒരു ലഹരി കേസിൽ ഉൾപ്പെട്ടപ്പോഴാണ് മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കിയത്. ആ കേസ് തുടർന്ന് ആ സമയത്ത് തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യവും ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത്. വിജയരാഘവൻ ആക്ടിംഗ് സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചു. അത് കഴിഞ്ഞിട്ട് കോടിയേരി തിരിച്ചെത്തി മരണം വരെ കോടിയേരി തന്നെയായിരുന്നു സംസ്ഥാന സെക്രട്ടറി ആയിട്ട് തുടരുകയും ചെയ്തു. അത് വേറൊരു കാര്യം. അത് കഴിഞ്ഞ് ബിനീഷ് 2023 കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനാകുന്ന ഒരു ഉത്തരവ് വന്നു. ആ ഉത്തരവ് വന്നതിന് ശേഷമാണ് CPM-ൽ മെമ്പർഷിപ്പ് തിരികെ കിട്ടാനായി ശ്രമം തുടങ്ങിയത്. ശ്രമം തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി പാർട്ടിക്ക് അപേക്ഷ കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായം വരുന്നു. ജില്ലാ കമ്മിറ്റിയിൽ അത് ചർച്ച ചെയ്തതിന് ശേഷം ബിനീഷ് കോടിയേരി മെമ്പർഷിപ്പ് പുനഃസ്ഥാപിക്കണം. കാരണം ലഹരി കേസിൽപ്പെട്ട ഒരാളായാണ് പുറത്താക്കിയത് കൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടതെന്നുള്ള രീതിയിൽ 4 തവണ ബിനീഷ് കോടിയേരിയുടെ മെമ്പർഷിപ്പ് പുതുക്കണം എന്ന് പറഞ്ഞ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വിജോയ് സംസ്ഥാന നേതൃത്വത്തിന് കത്തയക്കുന്നു. പക്ഷെ അതിൽ ഇതുവരെയും തീരുമാനം ഉണ്ടായില്ല. തീരുമാനം ഉണ്ടാകാതെ അത് ആ കത്ത് അയക്കുന്നുണ്ട്, അതിന് മറുപടി വരുന്നില്ല, വീണ്ടും കത്തയക്കുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കൂടെ ഉൾപ്പെട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നതോടെയാണ് ഇത് പുറത്ത് വീണ്ടും ചർച്ചയാവുന്നത്. ഇന്ന് MV ഗോവിന്ദനോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കൃത്യമായ ഒരു മറുപടി MV ഗോവിന്ദൻ പറഞ്ഞില്ല. അതെല്ലാം പ്രാദേശിക വിഷയമാണ് എന്ന് ചിരിച്ചു തള്ളുകയാണ് പോയത്. പക്ഷേ നമ്മൾക്കറിയാം ബിനീഷ് കോടിയേരി കോടിയേരി കുടുംബവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി വരുന്ന വാർത്തകൾ, അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റം, പാർട്ടിയോട് അവർ പറയുന്ന സമീപനങ്ങൾ, പറയാതെ പറയുന്ന എതിർപ്പുകൾ, ഇതൊക്കെയാണ് നമ്മളെ വീണ്ടും ഈ വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. കാരണം നമ്മൾക്കറിയാം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് MV ഗോവിന്ദന്റെ ഭാര്യയായ PK ശ്യാമളയെ തളിപ്പറമ്പ് മത്സരിച്ചതിനെതിരെ CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ മുതിർന്ന നേതാവാണ് TK ഗോവിന്ദൻ അതിനെതിരെ എതിരഭിപ്രായം പറയുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കുന്നു. തളിപ്പറമ്പ് എന്ന് പറഞ്ഞ CPM കോട്ടയായി കരുതിയിരുന്ന ഒരു സ്ഥലത്താണ് CPM വിമതൻ മത്സരിച്ച് വിജയിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ TK ഗോവിന്ദൻ കോടിയേരിയുടെ വീട്ടിലെത്തി. അപ്പോൾ പാർട്ടി എപ്പോഴും പാർട്ടിയെ ചതിച്ചത് വർഗവഞ്ചകനായിട്ടാണ് TK ഗോവിന്ദനെ കാണുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് ഡേയിൽ നമ്മൾ കണ്ടതാണ് TK ഗോവിന്ദൻ വോട്ട് രേഖപ്പെടുത്താനായിട്ട് ഒരു പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ CPM-മാർ കൂയി ഓടിക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ കരുതുന്ന ഒരാൾക്ക് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ എത്തിയപ്പോൾ ആ കുടുംബം നൽകിയ സ്വീകരണമാണ് വീണ്ടും ഈ വിഷയത്തിൽ ഒരു ചർച്ചകളിലേക്കൊക്കെ സജീവമാവുന്നത്. കാരണം ഈ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയായ വിനോദിനി ബാലകൃഷ്ണനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, TK ഗോവിന്ദനെ CPM വർഗവഞ്ചകനായല്ലേ കാണുന്നതെന്ന്. അപ്പോൾ വിനോദിനി പറയുന്നത്, ഞാൻ അങ്ങനെ കരുതുന്നില്ല, എൻ്റെ ബോധ്യമാണ് എൻ്റെ ശരിയെന്നാണ് പറയുന്നത്. അതിനകത്ത് എല്ലാം ഉണ്ട്. പാർട്ടി പറയുന്നതല്ല വിനോദിനിയുടെ ബോധ്യം. കാരണം എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് പറയാനുണ്ട്, പരാതികളുണ്ട്, പറയേണ്ടതുമായ പരാതികളുണ്ട്, ഞാൻ പറയണോ വേണ്ടേ എന്ന് ആലോചിക്കുകയാണ്, ഞാൻ ആരുടെ അടിമയല്ല എന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ഒരു അസ്വസ്ഥതയുണ്ടോ, അല്ലെങ്കിൽ അസ്വസ്ഥതയുടെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളൊരു ചർച്ച വരുന്നത്. 2001 മുതൽ ബിനീഷ് കോടിയേരി CPM-ലുള്ള വ്യക്തിയാണ്. പിന്നീട് ഒരു കേസ് വന്നതിൻ്റെ പേരിലാണ് പുറത്തായത്. പക്ഷേ 2023 കോടതി തന്നെ കുറ്റവിമുക്തനാക്കിയ ഒരു ആളാണ്. ഈ CPM-ൽ ഇതിനു മുമ്പ് പല നേതാക്കളും ഇതുപോലെ പല പ്രശ്നത്തിലുണ്ട്. CPM നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് പ്രതികളെ സംരക്ഷിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ബിനീഷ് കോടിയേരിയുടെ കാര്യം വന്നപ്പോൾ മാത്രം ഈ ഒരു ഇഷ്യൂ കാരണം കേട്ടുന്നില്ല എന്ന് തോന്നുന്നത്, അത് അവിടെ എന്തോ ഒരു രാഷ്ട്രീയ കളി തന്നെ നടക്കുന്നു. അല്ല, സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ഇപ്പം നോക്കാം. നമ്മൾ കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന P ശശി പെരുമാറ്റ ദൂഷ്യത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. സമ്മേളന പ്രതിനിധി അല്ലാതെ വരുന്നിട്ട് പോലും P ശശിയെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് നിയമിച്ചത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി. അപ്പോൾ CPM-ന് ആവശ്യമുള്ളവരെ അങ്ങനെ കരുതാം. ലഹരി കേസിലാണ് ബിനീഷ് കോടിയേരി
പ്രതിയായത്. അപ്പോഴേക്കും പാർട്ടി മെമ്പർഷിപ്പ് പോകുന്നത് സ്വാഭാവികമായ നടപടിയാണ്. ലഹരി കേസിൽ ഉൾപ്പെട്ട ഒരാളെയും പാർട്ടി സംരക്ഷിക്കുന്നില്ല എന്നുള്ള അവരുടെ നിലപാടാണ് നടപ്പിലാക്കിയതെന്ന് പറയാം. പക്ഷേ ആ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടും 3 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? അതും കോടിയേരി ബാലകൃഷ്ണനെ പോലെ ഉന്നതനായ ഒരു നേതാവിന്റെ മകനായിട്ട് കൂടിയും. ഈ സമയങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിലായിരുന്നാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലായിരുന്നാലും ബിനീഷ് CPM വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പല സ്ഥാനാർത്ഥികളുടെയും പ്രചരണത്തിൽ പോയി ബിനീഷ് കൊടിയേരി സംസാരിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും പാർട്ടിക്ക് വേണ്ടി കൃത്യമായി പണിയെടുക്കുന്നുണ്ട്. അതേപോലെ സോഷ്യൽ മീഡിയയിൽ CPM എന്ത് പ്രതിരോധത്തിലുണ്ടാകുന്ന എന്ത് വിഷയത്തിലും ബിനീഷ് കൊടിയേരി കൃത്യമായി അഭിപ്രായം പറയുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നു. ഇതൊന്നും പരിഗണിക്കപ്പെടാതിരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് കോടിയേരിയുടെ മകനെ പരിഗണിക്കുന്നില്ല എന്നൊരു ചോദ്യം വരുന്നത്. അപ്പൊ അസ്വസ്ഥതകളുണ്ട്. ആ അസ്വസ്ഥതകൾ CPM ആര് പറയും എന്നാണ് ഇനി അറിയേണ്ടത്. അത് ഇപ്പൊ കോടിയേരി തന്നെ മന്ത്രിയായിരുന്നു, പിന്നെ 2023 വരെ എങ്ങാണ്ട് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ മരണം സംഭവിച്ചു. അപ്പൊ ഇത്രയും വലിയൊരു നേതാവിന്റെ മകന് പോലും ഈ ഒരു അവസ്ഥ വരുന്നത്, അത് സംബന്ധം നമ്മൾ നോക്കുകയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗത്തിന് ശേഷം അതുപോലൊരു നേതാവിന് കേരളം കണ്ട ഏറ്റവും മികച്ച നേതാവാണ്. CPM തുടർ ഭരണം ഉണ്ടാക്കി കൊടുക്കുന്നതിലെല്ലാം നിർണായകമായ സ്വാധീനം ചെലുത്തിയതാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ മേന്മയെ കുറിച്ച് പറയുമ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രവർത്തനവും അതിനാണ്. അപ്പൊ അത്രയും വലിയൊരു നേതാവിന് അർഹിച്ച വിടവാങ്ങൽ കേരളം നൽകിയിട്ടുണ്ടോ എന്നുള്ളതിൽ വലിയ ചർച്ച നടക്കേണ്ട വിഷയമാണ്. കാരണം കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂർ തലശ്ശേരി MLA ആയിരുന്നു എല്ലാണ്. പക്ഷേ കോടിയേരി ബാലകൃഷ്ണന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് AK സെന്ററിൽ ഇരുന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നടത്തിയത്. പാർട്ടി സെക്രട്ടറി ആയത്, PB അംഗമായത്, ആഭ്യന്തരമന്ത്രിയായത്, അതിനുശേഷം മരണം വരെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നതും അങ്ങനെയാണ്. പക്ഷേ ചെന്നൈയിൽ ചികിത്സയ്ക്ക് പോയ കോടിയേരി ബാലകൃഷ്ണൻ അവിടെ വെച്ച് മരണപ്പെടുമ്പോൾ എല്ലാവരും കരുതിയിരുന്നത് AKG സെന്ററിൽ ഒരു പൊതുദർശനം. കാരണം സംസ്ഥാന സെക്രട്ടറി അല്ലേ, PB മെമ്പർ അല്ലേ, ഇത്രയും വർഷം പ്രവർത്തിച്ചിരുന്ന ഒരാൾക്ക് തിരുവനന്തപുരത്ത് ഒരു അർഹമായി കാണാൻ കാത്തിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, പ്രവർത്തകരുണ്ടായിരുന്നു, അണികളുണ്ടായിരുന്നു. ഇവരെല്ലാം നിരാശപ്പെടുത്തുന്ന തീരുമാനമാണ് അന്ന് CPM എടുത്തത്. കാരണം വളരെ പെട്ടെന്ന് തിരുവനന്തപുരത്തൊന്നും എത്തിക്കുന്നില്ല, ചെന്നൈയിൽ നിന്ന് നേരെ കണ്ണൂരിലേക്ക് കൊണ്ടുപോകുന്നു, വളരെ പെട്ടെന്ന് സംസ്കാരവും കഴിയുന്നു. അതിന്റെ അടുത്ത ദിവസം പുലർച്ചെ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കുടുംബത്തോടൊപ്പം വിദേശ സന്ദർശനത്തിന് പുറപ്പെടുകയും ചെയ്യുന്നു. അന്ന് മുതലുണ്ടായ ഒരു ഇതാണ്, പിണറായിയുടെ യാത്ര മുടങ്ങാതിരിക്കാനാണോ കോടിയേരിക്ക് അർഹമായ ഒരു വിടവാങ്ങൽ നിഷേധിച്ചത് എന്നുള്ള ഒരു നീതികേട് അവിടെ ചർച്ചയായിട്ടുണ്ട്. ആ നീതികേടാവാം വിനോദിനിയുടെ മനസ്സിലും ഉണ്ടാവുക. കാരണം അതിനുശേഷം VSന്റെ കണ്ടു, കോടിയേരിക്ക് ശേഷം VS അന്തരിച്ചപ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ ജനം VSനെ യാത്രയാക്കിയതെന്ന് കണ്ടതാണ്. അത്ര തന്നെ ഒരു വൈകാരികമായ അടുപ്പം ജനങ്ങളോടുള്ള കാത്തു സൂക്ഷിച്ചിരുന്ന നേതാവാണ് കോടിയേരി. അപ്പൊ അർഹമായ ഒരു വിടവാങ്ങല കോടിയേരിക്ക് നൽകിയിട്ടില്ല എന്നുള്ള ചിന്ത വിനോദിനിയെയോ കുടുംബത്തെയോ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് പരാതികളുണ്ട്, ഏറെ പറയാനുണ്ട് എന്ന് പറയുന്നത്. എന്നാലും പറയുന്നില്ല എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ അതിനകത്ത് അസ്വസ്ഥതകളാണ്. ഈ വിടവാങ്ങൽ നൽകാത്തതിന്റെ ഒരു അസ്വസ്ഥത സ്വാഭാവികമായി ഉണ്ടാവാം. കാരണം അന്ന് കോടിയേരിക്ക് അർഹമായ ഒരു നീതിയല്ല നടപ്പായത്. കാരണം ഇങ്ങനെ വിടവാങ്ങേണ്ട ഒരു നേതാവ് അല്ലായിരുന്നു കൊടിയേരി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിനീഷ് കോടിയേരിയുടെ ഇഷ്യൂ CPM ഇന്നത്തെ ഇതിലുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും CPM എന്ന പാർട്ടിയല്ല, പാർട്ടിക്കുള്ളിലെ ചിലർക്കാണ് ഇത് കയറാനുള്ള താല്പര്യം ഇല്ലാത്തത്. അപ്പൊ അവിടെ എന്തോ ഒരു ഇതില്ലേ? അല്ല, സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. കാരണം ഇപ്പം കോടിയേരി ബാലകൃഷ്ണൻ അർഹമായ ഒരു യാത്രയയപ്പ് നിഷേധിച്ചു. അതിന്റെ പിറ്റേ ദിവസം പിണറായി വിജയൻ വിദേശത്തേക്ക് പോയി. അത് ശരിയാണെന്ന് തെറ്റാണ്, ആ നടപടി തെറ്റായി പോയി എന്ന അന്നും ഇന്നും പിണറായി വിജയന്റെ മുഖത്തോക്കി പറയാൻ ധൈര്യം CPM ആർക്കും ഇല്ല. അത് തന്നെയാണ് സംഭവം. അതുകൊണ്ട് തന്നെയാണ് ഒരാളിൽ മാത്രം ഇറങ്ങുന്ന ഒരു പാർട്ടിയിൽ നിന്ന് ആ തീരുമാനം വരണമെങ്കിൽ ആ ആള് തന്നെ എടുക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ബിനീഷ് കൊടിയേരി ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കുന്നെങ്കിൽ ഒരു പാർട്ടിയുടെ സംവിധാനം ആകെ ചിന്തിച്ചിട്ടായിരിക്കില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവ് അതിന് അനുമതി നൽകിയില്ല എന്നേ നമുക്ക് കരുതാൻ പറ്റൂ. കാരണം അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇനി കൂടുതൽ ചർച്ചകൾ നടക്കുമെന്ന്. കാരണം ഇതിപ്പം ഒരു പ്രാദേശിക വിഷയം മാത്രമാണെന്നാണ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ജില്ലാ സെക്രട്ടറി 4 തവണ കത്തെഴുതിയിട്ടും സംസ്ഥാന സെൻട്രലിൽ നിന്ന് അതിനൊരു തീരുമാനം ഉണ്ടായില്ല. അപ്പൊ അതെങ്ങനെയാണ് പ്രാദേശിക വിഷയമാവുന്നത്? അത് സംസ്ഥാന നേതൃത്വം കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കൊടിയേരിയെ പാർട്ടിയിൽ വേണ്ട എന്ന നിലപാടിലാണ് എന്നതാണ് വ്യക്തമാക്കുന്നത്.